നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1962-ലെ കസ്റ്റംസ് നിയമത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രത്യേകിച്ചും അധ്യായം 4. അതെ, ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിനകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ സാധനങ്ങൾക്ക് അതിന്മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് എങ്ങനെ അധികാരം കിട്ടുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. നിയമത്തിലെ ആ ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തിനാണ് ചില സാധനങ്ങൾ തടയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നിയന്ത്രണമൊക്കെ പ്രവർത്തിക്കുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ അതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. ഇത് വെറുതെ ഒരു അധികാരമെന്നതിനുപരി രാജ്യത്തിന്റെ പല താൽപ്പര്യങ്ങൾ, അതായത് സുരക്ഷ, നമ്മുടെ സമ്പദ്വ്യവസ്ഥ, പൊതുജനാരോഗ്യം, അങ്ങനെ പലതും സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. അപ്പോ ഈ അധ്യായം 4 ഇതിന്റെയൊക്കെ നിയമപരമായൊരു അടിത്തറ, അല്ലേ? അതെ, കറക്റ്റ്. അതിന്റെ നിയമപരമായ ചട്ടക്കൂട് ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. തുടങ്ങാം. അപ്പോൾ സെക്ഷൻ 11 അതാണ് ഈ അധികാരത്തിന്റെ ഒരു ആണിക്കൽ എന്ന് പറയാമോ? പറയാം. സെക്ഷൻ 11 പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന് ഒരു വിജ്ഞാപനം വഴി ഏതെങ്കിലും സാധനങ്ങളുടെ ഇറക്കുമതിയോ അല്ലെങ്കിൽ കയറ്റുമതിയോ നിരോധിക്കാൻ കഴിയും. ഓക്കെ, പക്ഷേ എന്ത് കാരണങ്ങളുടെ പേരിലാണ് ഈ നിരോധനം? വെറുതെ അങ്ങ് നിരോധിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ല. അതിനാണ് ഉപവകുപ്പ് 2 സെക്ഷൻ 11(2)ൽ ഏകദേശം ഒരു 22ഓളം വ്യത്യസ്ത സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. 22ഓ? അതിലേക്ക് വിപുലമാണല്ലോ. അതെ, വളരെ വിശാലമായൊരു ലിസ്റ്റാണത്. എല്ലാം നമുക്ക് എണ്ണിപ്പറയാൻ പറ്റില്ല, പക്ഷേ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവും. പറയൂ. ഒന്നാമതായി, ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ സുരക്ഷ. 11(2)(a) രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തും, അത് ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ അങ്ങനെ എന്തുമാകാം, അത് തടയാം. ശരി. പിന്നെ പൊതുസമാധാനം നിലനിർത്തുന്നത് 11(2)(b) അതും ഇതിൽ വരുമല്ലേ? ശരി, തുടങ്ങാം. അപ്പോൾ സെക്ഷൻ 11 അതാണ് ഈ അധികാരത്തിന്റെ ഒരു ആണിക്കല്ലെന്ന് പറയാമോ? പറയാം. സെക്ഷൻ 11 പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന് ഒരു വിജ്ഞാപനം വഴി ഏതെങ്കിലും സാധനങ്ങളുടെ ഇറക്കുമതിയോ അല്ലെങ്കിൽ കയറ്റുമതിയോ നിരോധിക്കാൻ കഴിയും. ഓക്കെ, പക്ഷെ എന്ത് കാരണങ്ങളുടെ പേരിലാണ് ഈ നിരോധനം? വെറുതെ അങ്ങ് നിരോധിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല. അതിനാണ് ഉപവകുപ്പ് 2 സെക്ഷൻ 11(2)ൽ ഏകദേശം ഒരു 22ഓളം വ്യത്യസ്ത സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. 22ഓ? അതിലേക്ക് വിപുലമാണല്ലോ. അതെ, വളരെ വിശാലമായൊരു ലിസ്റ്റാണത്. എല്ലാം നമുക്ക് എണ്ണിപ്പറയാൻ പറ്റില്ല, പക്ഷേ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവും. പറയൂ. ഒന്നാമതായി, ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ സുരക്ഷ. 11(2)(a) രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തും, അത് ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ അങ്ങനെ എന്തുമാകാം, അത് തടയാം. ശരി. പിന്നെ പൊതുസമാധാനം നിലനിർത്തുന്നത് 11(2)(b) അതും ഇതിൽ വരുമല്ലേ? അതും വരും. അതുപോലെ കള്ളക്കടത്ത് തടയൽ 11(2)(d). പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ. സാമ്പത്തിക താൽപ്പര്യങ്ങള്. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന്, നമ്മുടെ വിദേശനാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ വേണ്ടി 11(2)(e)
അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പുറത്തുനിന്ന് വന്ന് നമ്മുടെ ഉൾനാടൻ വ്യവസായങ്ങളെ തകർക്കുന്നുണ്ടെങ്കിൽ ആ അനിയന്ത്രിതമായ ഇറക്കുമതി തടയാം. 11(2)(f). അതുപോലെ കയറ്റുമതിയുടെ കാര്യത്തിലോ? അതെ. ഇപ്പൊ രാജ്യത്ത് ഒരു സാധനത്തിന് ഭയങ്കര ദൗർലഭ്യമുണ്ടെന്ന് കരുതുക. അപ്പോൾ അതിന്റെ കയറ്റുമതി നിയന്ത്രിക്കേണ്ടി വരും. 11(2)(j). ഇതൊക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനാണ്. ഓക്കെ, സുരക്ഷയായി, സാമ്പത്തിക കാര്യങ്ങളായി. വേറെ പ്രധാനപ്പെട്ടവ? പിന്നെ പൊതുജനാരോഗ്യം വളരെ പ്രധാനമാണ്. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ സസ്യങ്ങൾക്കോ ഹാനികരമായേക്കാവുന്ന എന്തെങ്കിലും വസ്തുക്കൾ, ചില കീടനാശിനികൾ, രോഗം പരത്തുന്നവ, അതൊക്കെ ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ ഈ വകുപ്പ് ഉപയോഗിക്കാം. അത് 11(2)(k). അതായത് ക്വാളിറ്റി കൺട്രോൾ പോലെ? ഒരു തരത്തിലതെ. അതുപോലെ നമ്മുടെ ബൗദ്ധിക സ്വത്തവകാശം, പേറ്റന്റുകൾ, ട്രേഡ് മാർക്കുകൾ, കോപ്പിറൈറ്റ്, ഇവയുടെ സംരക്ഷണം. കള്ളസാധനങ്ങൾ വരുന്നത് തടയാൻ? അതെ, വ്യാജ ഉൽപ്പന്നങ്ങൾ വരുന്നത് തടയുന്നത് ഇതിന്റെ ഭാഗമാണ്. പിന്നെ UN ചാർട്ടർ പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റുന്നത്, പൊതു താൽപര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അധികാരങ്ങൾ വളരെ വിപുലം തന്നെ. ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഉപവകുപ്പ് 3 മറ്റു നിയമങ്ങളിലുള്ള നിരോധനങ്ങളും ഈ കസ്റ്റംസ് നിയമപ്രകാരമുള്ള നിരോധനമായിട്ട് കണക്കാക്കും എന്ന് പറയുന്നു. അതെന്താണ് അതിന്റെ ഒരു പ്രത്യാഘാതം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ, കസ്റ്റംസ് നിയമത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ നിയമം ഒരു സാധനത്തിന്റെ ഇറക്കുമതിയോ കയറ്റുമതിയോ നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കസ്റ്റംസ് അധികാരികൾക്ക് ആ നിയമം കൂടി നടപ്പിലാക്കാൻ അധികാരം കിട്ടും. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ പരിസ്ഥിതി സംരക്ഷണ നിയമം. ആ നിയമപ്രകാരം ഒരു പ്രത്യേക രാസവസ്തു നിരോധിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അത് കസ്റ്റംസ് ആക്ടിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ആരെങ്കിലും അത് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചാൽ കസ്റ്റംസിന് തടയാം. കാരണം അത് മറ്റൊരു നിയമപ്രകാരം നിരോധിച്ചതാണ്. ഓഹോ, അപ്പോൾ കസ്റ്റംസ് നിയമം ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, മറ്റ് നിയമങ്ങളുമായി ചേർന്നാണ്. അതെ, അതൊരു സംയോജിത സമീപനമാണ് നൽകുന്നത്. നിയമനിർവഹണം കൂടുതൽ എളുപ്പമാവും, കാര്യക്ഷമമാവും. ശരി. അപ്പോ ഈ അടിസ്ഥാന അധികാരം സെക്ഷൻ 11 നമുക്ക് മനസ്സിലായി. ഇനി കുറച്ചുകൂടി പ്രത്യേകമായ നിയന്ത്രണങ്ങളിലേക്ക് വരാം. അധ്യായങ്ങൾ IV, IVB. അതെ. അവിടെ നോട്ടിഫൈഡ് ഗുഡ്സ് എന്നും സ്പെസിഫൈഡ് ഗുഡ്സ് എന്നും 2 തരം സാധനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് ഇങ്ങനെ ഒരു വേർതിരിവ്? നല്ല ചോദ്യമാണ്. കാരണം ചില പ്രത്യേകതരം സാധനങ്ങളിലാണ് ഈ അനധികൃത വ്യാപാരം, അതായത് കള്ളക്കടത്ത്, കൂടുതലായി കാണുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളെ പ്രത്യേകമൊന്ന് നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഈ 2 അധ്യായങ്ങൾ. അധ്യായം IVA അത് നോട്ടിഫൈഡ് ഗുഡ്സിനെ കുറിച്ചാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം അനധികൃത ഇറക്കുമതി തടയുക എന്നതാണ്. അതിനാണ് വകുപ്പ് 11B. ഓക്കെ, നോട്ടിഫൈഡ് ഗുഡ്സ് ഇറക്കുമതി. അതെ. ഇനി അധ്യായം IVB അത് സ്പെസിഫൈഡ് ഗുഡ്സിനെ കുറിച്ചാണ്. അതിന്റെ ലക്ഷ്യം അനധികൃത കയറ്റുമതി തടയുക എന്നതാണ്. വകുപ്പ് 11I. അപ്പോ സ്പെസിഫൈഡ് ഗുഡ്സ് കയറ്റുമതി നിയന്ത്രണം, രണ്ടും അനധികൃത വ്യാപാരം തടയാൻ തന്നെ. പക്ഷെ ഒന്ന് ഇറക്കുമതിയിലും മറ്റേത് കയറ്റുമതിയിലും ശ്രദ്ധിക്കുന്നു. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് വ്യത്യാസം. എങ്ങനെയുള്ള സാധനങ്ങളാണ് സാധാരണയായിട്ട് ഇങ്ങനെ നോട്ടിഫൈ ചെയ്യുകയോ സ്പെസിഫൈ ചെയ്യുകയോ ചെയ്യുന്നത്? അത് കാലത്തിനനുസരിച്ച് മാറും. സർക്കാർ ഒരു വിജ്ഞാപനം വഴിയാണത് പറയുക. പൊതുവെ പറഞ്ഞാൽ ഉയർന്ന മൂല്യമുള്ളവ, കള്ളക്കടത്തിന് സാധ്യത കൂടുതലുള്ളവ. ഉദാഹരണത്തിന് സ്വർണം, ചില ഇലക്ട്രോണിക് സാധനങ്ങൾ, ചിലപ്പോൾ പ്രത്യേകതരം തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അങ്ങനെ പലതും വരാം. ശരി. അപ്പോ ഇങ്ങനെയൊരു വിജ്ഞാപനം വന്നു, ഇന്ന സാധനം നോട്ടിഫൈഡ് ആണ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിക്കും? ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേക ബാധ്യതകൾ വരുമോ? വരും. അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രത്യേക ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് നിയമം ചില അധിക ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഓർക്കണം. 1 പ്രഖ്യാപനം, 2 കണക്ക് സൂക്ഷിക്കൽ, 3 ഗതാഗതത്തിനും വിൽപ്പനയ്ക്കുമുള്ള രേഖകൾ സൂക്ഷിക്കൽ. ഓക്കേ, നമുക്ക് ഓരോന്നായി നോക്കാം. എന്താണ് ഈ പ്രഖ്യാപനം? നോട്ടിഫൈഡ് ഗുഡ്സിന്റെ കാര്യത്തിൽ വകുപ്പ് 11C ആരെങ്കിലും അത് കൈവശം വെക്കുന്നുണ്ടെങ്കിൽ വിജ്ഞാപനം വന്ന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രയാണ്, അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവരം കസ്റ്റംസ് അധികാരികളെ അറിയിക്കണം. തുടക്കത്തിൽ സ്റ്റോക്കുള്ളവർ മാത്രം അറിയിച്ചാൽ മതിയോ? അല്ല, പിന്നീട് ഈ സാധനം വാങ്ങുന്നവരും ഈ വിവരം അറിയിക്കണം. ഇനി
സ്പെസിഫൈഡ് ഗുഡ്സിന്റെ കാര്യത്തിൽ വകുപ്പ് 11J അവിടെയും സമാനമായ വ്യവസ്ഥയുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ ഒരു വിലയുടെ പരിധി വെച്ചിട്ടുണ്ട്. കൈവശമുള്ള സാധനങ്ങളുടെ മാർക്കറ്റ് വില 15,000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രം ഈ പ്രഖ്യാപനം നടത്തിയാൽ മതി. 15,000 രൂപ. അതെ. പിന്നെ ഈ അറിയിച്ച സ്ഥലത്ത് ഇന്റിമേറ്റഡ് പ്ലേസ് അല്ലാതെ വേറെ എവിടെയും ഈ സാധനങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. അതും പ്രധാനമാണ്. മനസ്സിലായി. അപ്പോൾ ഈ സാധനങ്ങൾ എവിടെയുണ്ടെന്ന് സർക്കാരിനൊരു ട്രാക്ക് ഉണ്ടാവും. രണ്ടാമത്തേത് കണക്ക് സൂക്ഷിക്കൽ. അതെത്ര വിശദമായി വേണം? അത് വളരെ വിശദമായിട്ട് തന്നെ വേണം. നോട്ടിഫൈഡ് ഗുഡ്സിന് വകുപ്പ് 11E ഇത് നിർബന്ധമാണ്. എവിടെ നിന്ന് കിട്ടി, ആർക്ക് കൊടുത്തു, ഇപ്പോ എത്ര സ്റ്റോക്കുണ്ട് എന്നെല്ലാം കൃത്യമായി എഴുതി വെക്കണം. ശരി. സ്പെസിഫൈഡ് ഗുഡ്സിന്റെ കാര്യത്തിലോ? അതിന്റെ കാര്യത്തിലും വകുപ്പ് 11L കണക്ക് സൂക്ഷിക്കണം. അവിടെയും ഈ 15,000 രൂപയുടെ പരിധി ബാധകമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അനുമാനമുണ്ട് 11L2 പറയുന്നത്. അനുമാനം അതെന്താണ്? ഇപ്പോ ഒരു പരിശോധന വന്നു. നിങ്ങളുടെ കയ്യിലുള്ള കണക്ക് പുസ്തകത്തിൽ 100 യൂണിറ്റ് സ്റ്റോക്ക് കാണിക്കുന്നു. പക്ഷെ പരിശോധിച്ചപ്പോൾ 80 യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ ആ കുറവ് വന്ന 20 യൂണിറ്റ് നിങ്ങൾ അനധികൃതമായി കയറ്റുമതി ചെയ്തു എന്ന് കസ്റ്റംസ് അനുമാനിക്കും. ഓഹോ, അത് തെളിയിക്കേണ്ട ബാധ്യത പിന്നെ നമ്മുടെയാണോ? അതെ. ആ 20 യൂണിറ്റ് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ തെളിയിക്കണം. അല്ലെങ്കിൽ നിയമ നടപടി വരും. ഇത് വളരെ കർശനമായൊരു വ്യവസ്ഥയാണ്. ആണ്, തീർച്ചയായും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ഗതാഗത വിൽപ്പന രേഖകള്, വൗച്ചറുകള്, അതിന്റെ ആവശ്യമെന്താണ്? ഈ ചരക്കുകൾ എങ്ങോട്ട് പോകുന്നു, ആരുടെ കയ്യിലേക്ക് എത്തുന്നു എന്ന് ട്രാക്ക് ചെയ്യാനാണിത്. നോട്ടിഫൈഡ് ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ ഒരു വിൽപ്പന വൗച്ചർ 11F നിർബന്ധമായും കൊടുക്കണം. ശരി. ഇനി വിൽക്കുന്നില്ല, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് വൗച്ചർ വേണം, 11C6. ഇത് വിൽക്കാതെ കൊണ്ടുപോകുമ്പോഴാണ്. സ്പെസിഫൈഡ് ഗുഡ്സിന്റെ കാര്യത്തിലും ഇതുപോലെ ട്രാൻസ്പോർട്ട് വൗച്ചർ 11K ഉണ്ട്. വിൽപ്പന നടത്തുമ്പോൾ സെയിൽസ് വൗച്ചറും 11M വേണം. ഈ സ്പെസിഫൈഡ് ഗുഡ്സിന്റെ വിൽപ്പന വൗച്ചറിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. 11M പറയുന്നത് വാങ്ങുന്ന ആളിന്റെ ഐഡന്റിറ്റി ഉറപ്പാക്കണമെന്നാണ്. പൈസ നേരിട്ട് കൊടുത്തു വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്ന ആളുടെ പൂർണ്ണമായ വിലാസവും ഒപ്പും ആ വൗച്ചറിൽ വേണം. എന്തിനാണ് ഇത്ര കർശനമാക്കുന്നത്? കാരണം പിന്നീട് ഈ വാങ്ങിയയാളെ കണ്ടെത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ കൊടുത്ത വിലാസം തെറ്റാണ് എന്ന് തെളിഞ്ഞു എന്ന് കരുതുക. അപ്പോ നിയമം അനുമാനിക്കുന്നത് ആ സാധനങ്ങൾ അനധികൃതമായി കയറ്റുമതി ചെയ്തു, വിറ്റയാൾക്ക് അതിൽ പങ്കുണ്ട് എന്നാണ്. അതായത് കള്ളപ്പേരിൽ വന്ന് സാധനം വാങ്ങി കൊണ്ടുപോകുന്നത് തടയാൻ. അതെ, വ്യാജ ഇടപാടുകൾ തടയാൻ ഇത് സഹായിക്കും. ഇതൊക്കെ പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കും? നമുക്കൊരു ഉദാഹരണം വെച്ചു പറയാമോ? ഒരുപക്ഷേ സ്വർണം, അത് പലപ്പോഴും സ്പെസിഫൈഡ് ഗുഡായി വരാറുണ്ടല്ലോ. തീർച്ചയായും. സ്വർണം ഒരു സ്പെസിഫൈഡ് ഗുഡ് ആണെന്ന് സർക്കാർ വിജ്ഞാപനം ഇറക്കിയെന്ന് വയ്ക്കുക. അപ്പോ 15,000 രൂപയിൽ കൂടുതൽ വിലയുള്ള സ്വർണം കൈവശം വയ്ക്കുന്ന ഒരു ജ്വല്ലറി ഉടമ എന്തു ചെയ്യണം? എരും വിലാസവും ഒപ്പും വാങ്ങി സെയിൽസ് വൗച്ചർ കൊടുക്കണം. 4. ഈ സ്വർണം കടയിൽ നിന്ന് വർക്ക്ഷോപ്പിലേക്കോ മറ്റോ കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ട് വൗച്ചർ 11K കയ്യിൽ കരുതണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ, കണക്കിൽപ്പെടാത്ത സ്വർണം കണ്ടെത്തിയാൽ അത് അനധികൃതമായി കയറ്റുമതി ചെയ്യാൻ വെച്ചതാണെന്ന് അനുമാനിക്കും. സാധനം കണ്ടുകെട്ടാം, വകുപ്പ് 113. വലിയ പിഴ ഈടാക്കാം, വകുപ്പ് 114. മറ്റു നിയമ നടപടികളും വരാം. ഇനി ഈ നിയമത്തിൽ സ്പെസിഫൈഡ് ഏരിയ എന്നൊരു ഭാഗം കൂടിയുണ്ടല്ലോ, വകുപ്പ് 11H. അതിർത്തിയിൽ നിന്നും തീരത്തുനിന്നും 100 കിലോമീറ്റർ ഉള്ളിലേക്ക് എന്ന് പറയുന്നു. എന്തിനാണ് ഈ ഒരു ഭൂമിശാസ്ത്രപരമായ വേർതിരിവ്? അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. കള്ളക്കടത്തിനുള്ള സാധ്യത എവിടെയാണ് കൂടുതൽ? രാജ്യത്തിന്റെ അതിർത്തികളിലും തീരപ്രദേശങ്ങളിലുമാണ്. ശരിയാണ്. അപ്പോ ഈ സ്പെസിഫൈഡ് ഏരിയകളിൽ, അതായത് ഈ 100 കിലോമീറ്റർ പരിധിയിൽ സ്പെസിഫൈഡ് ഗുഡ്സിന്റെ നീക്കങ്ങൾക്കും കൈമാറ്റങ്ങൾക്കും കൂടുതൽ കർശനമായ നിരീക്ഷണവും നിയന്ത്രണവും ഏർപ്പെടുത്താൻ സർക്കാരിന് കഴിയും. ഒരുതരം ഹൈ റിസ്ക് സോൺ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയുള്ള ഇടപാടുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ഈ നോട്ടിഫൈഡ് സ്പെസിഫൈഡ് ഗുഡ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇതൊക്കെ പാലിക്കുക എന്ന് പറയുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അധിക ജോലിഭാരമല്ലേ? തീർച്ചയായും. കുറച്ച് അധികം പേപ്പർ വർക്കും ശ്രദ്ധയുമൊക്കെ ഇതിന് വേണം, സമ്മതിക്കുന്നു. പക്ഷേ മറ്റുവശം നോക്കണം. രാജ്യസുരക്ഷ, സാമ്പത്തിക ഭദ്രത, ഇതൊക്കെ ഉറപ്പാക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. കള്ളക്കടത്ത് തടയുമ്പോൾ സർക്കാരിന് കിട്ടേണ്ട നികുതി നഷ്ടപ്പെടുന്നില്ല. അത് ശരിയാണ്. മാത്രമല്ല,
നോട്ടിഫൈഡ് ഗുഡ്സ് വാങ്ങുന്ന ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. വകുപ്പ് 11D അതാണ് പറയുന്നത്. ഒരു സാധനം വാങ്ങുമ്പോൾ അത് നിയമപരമായി ഇറക്കുമതി ചെയ്തതാണോ എന്ന് ഉറപ്പാക്കാൻ വാങ്ങുന്നയാൾ ശ്രദ്ധിക്കണം. എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു ഒഴികഴിവല്ല. അപ്പോൾ വാങ്ങുന്നവരും ശ്രദ്ധിക്കണം. ശരി. ഇത്രയും കർശനമായ നിയമങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇളവുകൾക്ക് സാധ്യതയുണ്ടോ? അതാണ് അധ്യായം IVC എന്ന് തോന്നുന്നു, വകുപ്പ് 11N. അതെ, അവിടെയാണ് ഇളവുകൾ വരുന്നത്. നിയമം എപ്പോഴും ഒരുപോലെ കർക്കശമായി നടപ്പാക്കാൻ പറ്റില്ലല്ലോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് വേണ്ടിവരും. വകുപ്പ് 11N പറയുന്നത് പൊതു താൽപര്യം മുൻനിർത്തി വേണമെങ്കിൽ ഈ നോട്ടിഫൈഡ് സ്പെസിഫൈഡ് ഗുഡ്സുമായി ബന്ധപ്പെട്ട കർശന വ്യവസ്ഥകളിൽ നിന്ന്, അതായത് അധ്യായം IVA, IVBയിലെ വ്യവസ്ഥകളിൽ നിന്ന് ചില പ്രത്യേക ചരക്കുകൾക്ക് ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്നാണ്. പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇളവ് നൽകാമെന്നോ? അതെ, പൂർണ്ണമായോ ഭാഗികമായോ, ചിലപ്പോൾ വ്യവസ്ഥകളോടെയോ അല്ലാതെയോ ഇളവ് കൊടുക്കാം. എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ ഇളവ് സാധാരണയായി കൊടുക്കുക? ഒരു ഉദാഹരണം പറയാം. രാജ്യത്ത് വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി എന്ന് കരുതുക. അടിയന്തരമായി വിദേശത്ത് നിന്ന് ധാരാളം മരുന്നുകളും ഭക്ഷണ സാധനങ്ങളുമൊക്കെ കൊണ്ടുവരണം. സാധാരണഗതിയിൽ ഈ സാധനങ്ങൾ ഒരു നോട്ടിഫൈഡ് ഗുഡാണെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ, വൗച്ചർ തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കും. അടിയന്തര സാഹചര്യത്തിൽ അതൊന്നും നടക്കില്ല. അതെ, അങ്ങനെയുള്ളപ്പോൾ ജീവൻ രക്ഷിക്കാനും ദുരിതാശ്വാസം വേഗത്തിലാക്കാനും വേണ്ടി സർക്കാർ ഈ 11N വകുപ്പ് ഉപയോഗിച്ച് ആ പ്രത്യേക സാധനങ്ങൾക്ക് താൽക്കാലികമായി ഈ നിയമങ്ങളിൽ നിന്ന് ഇളവ് പ്രഖ്യാപിച്ചേക്കാം. ഇത് നിയമത്തിനൊരു ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു അയവ് നൽകുന്നു. ശരിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുകിട വ്യവസായങ്ങൾക്കിത് വലിയ ഭാരമാകുമ്പോൾ അവർക്ക് ചില ഇളവുകൾ കൊടുക്കാനും ഇതുപയോഗിക്കാം. സാധ്യതയുണ്ട്. പൊതു താൽപര്യം അതാണ് പ്രധാനം. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് പ്രധാനമായും നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. ഒന്ന്, രാജ്യത്തിന്റെ പല പ്രധാന താൽപര്യങ്ങൾ മുൻനിർത്തി ഇറക്കുമതിയും കയറ്റുമതിയും നിരോധിക്കാനോ നിയന്ത്രിക്കാനോ കേന്ദ്ര സർക്കാരിന് സെക്ഷൻ 11 പ്രകാരം വിപുലമായ അധികാരം കസ്റ്റംസ് നിയമം നൽകുന്നു. ശരി. 2, കള്ളക്കടത്ത് തടയാനായി നോട്ടിഫൈഡ് ഗുഡ്സ് ഇറക്കുമതി നിയന്ത്രണം, സ്പെസിഫൈഡ് ഗുഡ്സ് കയറ്റുമതി നിയന്ത്രണം എന്നിങ്ങനെ പ്രത്യേകമായി തരംതിരിച്ച് അവ കൈകാര്യം ചെയ്യുന്നവർക്ക് കർശനമായ ചില ബാധ്യതകൾ, പ്രഖ്യാപനം നടത്തുക, കണക്ക് സൂക്ഷിക്കുക, വൗച്ചറുകൾ ഉപയോഗിക്കുക ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പെസിഫൈഡ് ഏരിയ പോലുള്ള കാര്യങ്ങൾ ഈ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കുന്നു. 3, എന്നാൽ അടിയന്തര ഘട്ടങ്ങളിലും പൊതുതാൽപര്യം നോക്കിയും ഈ കർശന വ്യവസ്ഥകളിൽ ഇളവു നൽകാനും സർക്കാരിന് വകുപ്പ് 11N പ്രകാരം അധികാരമുണ്ട്. അപ്പോ ഇതിന്റെ എല്ലാം ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? വ്യാപാരം എളുപ്പമാക്കുക എന്നതാണോ അതോ നിയന്ത്രിക്കുക എന്നതാണോ പ്രധാനം? അതൊരു സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമമാണ് എന്ന് പറയാം. അന്താരാഷ്ട്ര വ്യാപാരം നമുക്ക് വേണം, അത് രാജ്യത്തിനാവശ്യമാണ്. പക്ഷേ അതേസമയം രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും വേണം. ഈ നിയമങ്ങൾ ആ ഒരു ബാലൻസ് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. നിയന്ത്രണം വേണം, പക്ഷേ അത് വ്യാപാരത്തിനൊരു തടസ്സമായി മാറാനും പാടില്ല. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളുമായി ഈ നിയമങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നിങ്ങളൊരു വ്യാപാരിയല്ലെങ്കിൽ പോലും ഇത് നിങ്ങളെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. നിങ്ങളൊരു ഇറക്കുമതി കയറ്റുമതി ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ നിയമങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ബാധകമാണ്. നിയമം അറിഞ്ഞിരിക്കണം, പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ പണി കിട്ടും. അതെ, വലിയ പിഴ വരും, സാധനങ്ങൾ കണ്ടുകെട്ടാം. അതിന്റെ ശിക്ഷാ നടപടികളെക്കുറിച്ചൊക്കെ അധ്യായം 14ൽ വിശദമായി പറയുന്നുണ്ട്. ഇനി നിങ്ങളൊരു സാധാരണ പൗരനാണെങ്കിലും ഇത് പ്രസക്തമാണ്. അതെങ്ങനെ? കാരണം ഈ നിയമങ്ങൾ നിങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു, രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ ബാധിക്കുന്നു. അപ്പോൾ പരോക്ഷമായി എല്ലാവരെയും ഇത് സ്പർശിക്കുന്നുണ്ട്. ശരിയാണ്. നിയമങ്ങൾ അറിയുന്നത് എപ്പോഴും നല്ലതാണ്. അനാവശ്യമായ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ അത് സഹായിക്കും. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചിന്ത. ആകാംക്ഷയുണ്ട്. നമ്മൾ കണ്ടു സെക്ഷൻ 11(2) ഒരുപാട് കാരണങ്ങളുണ്ട്. സർക്കാരിന് വ്യാപാരം നിരോധിക്കാൻ, സുരക്ഷ മുതൽ പേറ്റന്റ് സംരക്ഷണം വരെ. കാലം മാറുകയാണ്, ലോകം മാറുകയാണ്. ഡിജിറ്റൽ യുഗം, പുതിയ ടെക്നോളജികൾ, പുതിയ വെല്ലുവിളികൾ. ഇതൊക്കെ വരുമ്പോൾ ഈ കാരണങ്ങളുടെ പട്ടികയിലേക്ക് അടുത്തതായി എന്ത് കാരണം കൂട്ടിച്ചേർക്കപ്പെടാം? നിങ്ങൾക്കെന്തു തോന്നുന്നു? ഒരുപക്ഷെ വ്യക്തിഗത വിവരങ്ങളുടെ സംരക്ഷണം, ഡാറ്റ പ്രൈവസി? അതൊരു സാധ്യതയാണ്. അതോ സൈബർ ആക്രമണങ്ങൾ തടയാൻ വേണ്ടിയുള്ള നിയന്ത്രണങ്ങളോ? അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്ത് കാർബൺ ബഹിർഗമനം കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുന്നതോ? എന്തായിരിക്കാം അടുത്ത വലിയ കാരണം? ഇത് നിങ്ങൾക്ക് ആലോചിക്കാനായി വിടുന്നു. അടുത്ത തവണ കാണാം.